ഞാൻ മനു. വയസ്സ് 25. കണ്ടാൽ മാന്യൻ. നല്ല ബോഡി. കാഴ്ചയിൽ കുറച്ച് നീളം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ. ഇപ്പോൾ PG കഴിഞ്ഞ് നിൽക്കുന്നു. ജോലിയായിട്ടൊന്നുമില്ല. ഇപ്പോൾ കഥ നടക്കുന്നത് എൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലാണ്. വീടിനോട് അടുത്ത് തന്നെയായിരുന്നു എൻ്റെ മാമൻ്റെ വീടും. 1 കിലോമീറ്റർ ഉണ്ട്. മാമൻ കച്ചവടമായി പല സ്ഥലങ്ങളിലും പോകാറുണ്ട്. മാസത്തിൽ 2 3 ദിവസമേ വീട്ടിൽ കാണൂ. പിന്നെയുള്ളത് നമ്മുടെ നായികയായ എൻ്റെ മാമിയാണ്. സുന്ദരിയാണ്. 32 വയസ്സ് പ്രായം. സ്ലിം ബ്യൂട്ടി. അത്യാവശ്യം കമ്പനിയായാണ്. പിന്നെ ഒരു കുഞ്ഞുണ്ട്. ഞാനും അവിടെ അങ്ങനെ ഇടയ്ക്കൊക്കെ കറങ്ങി അടിച്ച് പോകാറുണ്ട്. മാമിയെ കാണാൻ വേണ്ടിയായിരുന്നു കൂടുതലും. കുഞ്ഞിനെ കുളിപ്പിക്കാൻ എന്ന വ്യാജേന ആണെന്ന് മാത്രം. മാമി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എന്തൊക്കെ ജോലി ചെയ്യുമ്പോഴും എല്ലാം ഒന്നും നോക്കി വെള്ളമിറക്കാറുണ്ട്. എൻ്റെ ഒരു ഹോബിയായിരുന്നു അത്. എനിക്ക് കൂടുതൽ അവരുടെ കയ്യിലിരിക്കുന്ന ചരുവമായിരുന്നു ഇഷ്ടം. അതും കൊണ്ട് അടുക്കളയിലൊക്കെ പോയിരുന്ന് മാമിയുടെ ചരുവം കാണാൻ നിന്ന്. ഇതൊക്കെയായിരുന്നു എൻ്റെ പതിവ് പരിപാടി. ഒരു വിധം പറഞ്ഞ നല്ല രീതിയിൽ ഞാനതൊക്കെ ആസ്വദിച്ചിട്ടുണ്ട്. ആ ചരുവത്തിന് മുമ്പിലുള്ള വെട്ടൊക്കെ ഒന്ന് കാണുമ്പോൾ അങ്ങ് മുകളിലേക്കെത്തും എൻ്റെ ചിന്താഗതി. ഇതൊക്കെ ഒരു സീനായാൽ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ എല്ലാം സ്വയം നിയന്ത്രിച്ചു എന്ന് പറയാം. പലപ്പോഴും ഞാൻ അവരുടെ മാമ്പഴത്തിൻ്റെ രുചി അറിഞ്ഞ് ഞാൻ പലപ്പോഴും അങ്ങ് മുകളിലേക്ക് വാണം വിടാറുണ്ടായിരുന്നു. പതിവ് മാമി അത്യാവശ്യം മോഡേൺ ആണ്. ചിലപ്പോഴൊക്കെ മോഡേണായി ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ടും മാമൻ്റെ വീട്ടിൽ ഞാൻ ഇരിക്കുന്ന സമയത്തായിരുന്നു ഇതെല്ലാം. നമ്മുടെ നാടായതുകൊണ്ട് നാട്ടുകാർ ഓരോന്നും പറയുന്നത് കൊണ്ടാണ് കൂടുതൽ അങ്ങനെ മോഡേൺ ആകാത്തത് എന്ന് മാമിയുടെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മാമൻ്റേത് ഒരു പ്രണയ വിവാഹമായിരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ പറയാം. മാമൻ ഇടയ്ക്ക് മാത്രം വരുന്നത് കൊണ്ട് അവരുടെ ദാമ്പത്യ ജീവിതം എങ്ങനെയാണൊക്കെയോ ഞാൻ വെറുതെ ചിന്തിക്കാറുണ്ട്. അവർ അത്ര രസത്തിലല്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവരുടെ വീടിനടുത്ത് ആകെ 2 വീടുകളേ ഉള്ളൂ. അതിൽ അടുത്തുള്ള വീട്ടിലെ ഒരു പെൺകുട്ടിയുമായി മാമി അത്യാവശ്യ കമ്പനിയാണ്. അവളുടെ പേര് സ്നേഹ. എന്നേക്കാൾ ഒരു 3 4 വയസ്സ് മൂത്തതാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയായിരുന്നു അവളും പഠിച്ചിരുന്നത്. ഞാൻ സ്നേഹ എന്നാണ് വിളിക്കാറ്. അപ്പോഴെല്ലാം അവൾ എന്നോട് ദേഷ്യപ്പെട്ട് പറയും, അവളാണ് മൂത്തത്, അവളെ ചേച്ചി എന്ന് വിളിക്കണമെന്ന്. ഞാൻ അന്നേരപ്പം ചേച്ചി എന്ന് വിളിക്കും. എന്നിട്ട് ദൂരെ പോയിട്ട് പോടി സ്നേഹ എന്ന് ഉറക്കെ വിളിച്ച് എന്നിട്ട് ഓടും. ഇപ്പം പഠിപ്പെല്ലാം കഴിഞ്ഞ് അവൾ വീട്ടിൽ നിൽക്കുകയാണ്. ജോലിക്ക് ഒക്കെ ഇൻ്റർവ്യൂയ്ക്ക് പോകാറുണ്ട്. പക്ഷെ ഒന്നും ശരിയായിട്ടില്ല. വീട്ടിലൊക്കെ മാമിയുടെ വീട്ടിലേക്ക് ഞാൻ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവളെ നോക്കിയാൽ ഞാൻ വായി നോക്കാറുണ്ട്. അവളും സുന്ദരിയാ. അങ്ങനെ ഞാൻ ഒരിക്കൽ ഉച്ച തിരിഞ്ഞ് അവിടെ പോയി. ആദ്യമാരെ കണ്ടില്ല. ഡോർ തുറന്ന് കിടക്കുകയായിരുന്നു. നോക്കിയപ്പോൾ കുഞ്ഞു ഹാളിൽ ഇരുന്ന് കളിക്കുന്നു. അമ്മ എവിടെ എന്ന് ചോദിച്ചപ്പോൾ കുളിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ എന്തേലും സീനറി കിട്ടിയാലോ എന്ന് കരുതി തൊട്ടടുത്തുള്ള ബാത്റൂമിൻ്റെ അടുത്തേക്ക് ചെന്ന്. ശരിക്കും പറഞ്ഞാൽ ഷവറിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കൂടാതെ നല്ല പിയേഴ്സ് സോപ്പിൻ്റെ മണവും. പക്ഷെ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. കൂടാതെ ഒടുക്കത്തെ പേടിയും. അകത്തേക്ക് നോക്കുമ്പോൾ ഒരു ഹോൾ പോലുമില്ല. പിന്നെ ഞാനങ്ങനെ നോക്കും. അവിടുന്ന് പതുക്കെ തിരിച്ച് കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്ന് അവളോടൊപ്പം ഇരുന്ന് കളിച്ചു. എൻ്റെ സംസാരം കേട്ടിട്ട് ആവണം ബാത്റൂമിൽ നിന്ന് മാമി പറഞ്ഞു, ആരാ അത്? ഞാനാണ് മാമി, മനു. ആഹാ, നീയായിരുന്നോ? ഞാൻ ഇപ്പം വരുവേ. ഞാൻ കുഞ്ഞിനെയും കളിപ്പിച്ച് അവിടെ ഇരുന്നു. അങ്ങനെ കുഞ്ഞിനെ എൻ്റെ 2 കാൽപാദത്തിൻ്റെയും മുകളിൽ നിർത്തി. അതായത് അവളുടെ കാലുകൾ എൻ്റെ കാലിൻ്റെ മുകളിലാണ്. എന്നിട്ടും ഞാൻ അവളെ കൊണ്ട് കൈ പിടിച്ച് നടന്ന് കളിപ്പിച്ചു. ഒളിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ട് നടക്കും. അവൾക്ക് അതത്ര നല്ല കളിയായി തോന്നി.
അങ്ങനെ നടന്നു കളിക്കുമ്പോഴാണ് മാമി അടുത്തേക്ക് വന്നത്. അപ്പോൾ കുഞ്ഞ് എന്നോട് പറഞ്ഞു, ചേട്ടാ ചേട്ടാ അമ്മയും അതുപോലെ നടത്തണമെന്ന്. മാമി അയ്യേ വേണ്ടയേ അടങ്ങിയിരിക്കടി കുഞ്ഞ് എന്ന് പറഞ്ഞ് ബഹളം വെച്ചു. അങ്ങനെ ഞാൻ മാമിയെ നോക്കി പാതി മനസ്സോടെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, വാ മാമി. മാമി നീ എന്താ എന്നെ താങ്ങുവാൻ പറ്റുമോ? പിന്നെ അല്ലാതെ നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ മാമിയുടെ അടുത്തേക്ക് ചെന്നു. മാമി കൈ തന്നു. ഞാൻ കയ്യിൽ പിടിച്ചു. കാലിൽ കയറി നിൽക്കാൻ പറഞ്ഞു. മാമി കാലിൽ കയറി നിന്നു. ഞാൻ പറഞ്ഞു പിടിക്കണേ എന്ന്. മാമി എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ മകുടത്തിൽ തൊട്ടില്ലെന്ന മട്ടിൽ നിന്നു. പിന്നെ മാമി അടുത്ത് വന്നപ്പോൾ നല്ല സോപ്പിൻ്റെ മണവും എനിക്കാകെ എന്തോ പോലെ. അപ്പോഴേക്ക് കുഞ്ഞു തുള്ളിച്ചാടുന്നു. മാമിയുടെ കൈയും പിടിച്ച് എൻ്റെ തോളിൽ വെച്ച് ഞാൻ പറഞ്ഞു, കൈ തമ്മിൽ പിടിക്ക് മാമി, അല്ലയിൽ വീഴുമെന്ന്. മാമി കേട്ടില്ല. മാമി എനിക്ക് പേടിയാ, ഞാൻ തോളിൽ പിടിച്ചോളാം. ഞാൻ അപ്പോഴേക്കും എൻ്റെ കൈ മാമിയുടെ അരയിൽ പിടിച്ചു. മാമി എന്നെ ഒന്ന് നോക്കി. മാമിയുടെ കയ്യിലിരുന്ന മാമ്പഴക്കൂട്ടം മാമി വിട്ടില്ല. എൻ്റെ നെഞ്ചോട് ചേർന്ന എന്ന രീതിയിൽ തട്ടിയില്ല എന്ന രീതിയിൽ നിൽക്കുകയാണ് മാമി. എൻ്റെ അത്ര നീളവും ഭാരവും ഉള്ളതുകൊണ്ട് എനിക്ക് കാൽ കൊണ്ട് പൊക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞാൻ കാൽ പൊക്കി മാമിയെ അടുത്തതും അങ്ങനെ തന്നെ. അങ്ങനെ കുറച്ച് ദൂരം നടന്ന് അടുത്ത് കിട്ടിയിട്ട് ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരുപാട് നഷ്ടബോധം ഉണ്ടാകുമെന്ന് തോന്നി. അങ്ങനെ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ മാമിയുടെ കയ്യിലിരിക്കുന്ന മാമ്പഴത്തിന് എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എനിക്കാണെങ്കിൽ ഒടുക്കത്തെ ഒരു അനുഭൂതി. ആദ്യമായിട്ടാണ് ഒരു പെണ്ണിൻ്റെ സ്പർശനം എൻ്റെ നെഞ്ചിൽ പതിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്നു. ജസ്റ്റ് തൊട്ടു എന്ന മട്ടിലായിപ്പോയി ഞങ്ങളുടെ. മാമിയോട് ഞാൻ പറഞ്ഞു, എന്നെ പിടിച്ചോളൂ കേട്ടോ, പിടിച്ചില്ലെങ്കിൽ വീഴൂ കേട്ടോ, വിടരുതേ. ഇല്ല മാമി പേടിക്കാതെ, ഞാൻ വിടില്ല. മാമി എന്നെ മുറുക്കി പിടിച്ചു. കുഞ്ഞ് നല്ല സന്തോഷത്തോടെ അമ്മയെ ചേട്ടൻ നടത്തിക്കൊണ്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചിരുന്നു. ഞാൻ പെട്ടെന്ന് അവരോട് പറഞ്ഞു, വീഴാൻ പോകുന്നുള്ളൂ, ഒന്നും കൂടി എന്നോട് അടുത്ത് പിടിച്ച് നിന്നേ എന്ന്. എന്നെ മാമി പെട്ടെന്ന് കെട്ടിപ്പിടിച്ചു. എനിക്ക് അപ്പോഴാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മാമിയുടെ സോപ്പിൻ്റെ മണവും എല്ലാം എൻ്റെ ലഹരി ഉയർത്തു തന്നു. മുടിയുടെ നനവും എല്ലാം കൂടിയായപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. താഴെ പൊട്ടിപ്പോകുന്ന പോലെ ഫീലിംഗ്. എന്തോ പേടിച്ചിട്ട് നെഞ്ച് പടപടാമിടിക്കുന്നു. അടുത്ത നിമിഷം ഞങ്ങൾ വേർപിരിഞ്ഞു. ഞാൻ മനു.